ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഒരു ചാമ്പ എയർ ലെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നൈഫ് നല്ല രീതിക്ക് നമ്മളൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡും അല്ലെങ്കിൽ സ്റ്റെറിലൈസിങ് ഏജൻ്റൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റർ വെച്ചിട്ട് ആ കട്ടിങ് നൈഫ് നല്ല രീതിക്ക് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ തന്നെ സ്റ്റെറിലൈസ് ആവും. ഇത് നമ്മുടെ ഒരു റോസാ ചാമ്പ മരമാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇന്ന് ഇതിനകത്താണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെയാണ് നമ്മൾ എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു 2 സെക്ഷനായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ 2 ഇഞ്ചായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലിയ മരമാണ്, കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരമാണ്. അപ്പോൾ അതിൽ നമ്മൾ എയർ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഈ മരം കായ്ക്കുന്ന അതേ സമയം തന്നെ നമുക്ക് ഈ നമ്മൾ പിരിയുന്ന ഉദ്ദേശിച്ച് ഈ കമ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും കുറച്ച് വലുപ്പമുള്ള കമ്പ് തന്നെ. അപ്പോൾ ഇത് തന്നെ ഈ സമയത്ത് കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മരത്തിലും നമ്മളിപ്പോൾ ചെറിയ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്ന ഇതിനകത്തും നമുക്ക് കായ്ഫലമുണ്ടാവും ആ ടൈമിൽ. ഓക്കെ, ഞാൻ കാണിക്കാം. ഞാൻ ഈ സ്പേസാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇത്രയും ഭാഗം ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് ഈ ഭാഗം ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ 2 ഇഞ്ച് തരത്തിൽ ഞാനിവിടെ ചുറ്റിനും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഉള്ള പോർഷൻ ഞാൻ കാണിക്കാം. ചുറ്റിനും ഒരു റിങ് പോലെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി അതിൽ നിന്ന് നടത്തിയെടുക്കാൻ വേണ്ടി ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ക്രോസും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ആ തൊലി എളുപ്പത്തിൽ നമുക്ക് അടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ചെയ്യാണ്. ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് ആ തൊലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ അടത്തിയെടുക്കുക. ആണോ, ഇതുപോലെ നമുക്ക് തൊലി ഇവിടെ സിമ്പിളായിട്ട് ചിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചാമ്പയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ ഇങ്ങനെ കടന്നു പോകും, അതിൻ്റെ ഔട്ടറായിട്ടുള്ള തൊലി. അപ്പോൾ ഞാനിങ്ങനെ നഖം വെച്ചിട്ട് തന്നെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് കാണാം വീഡിയോയിൽ. നഖം കൊണ്ട് തന്നെ ഞാനിതിങ്ങനെ അടത്തിയെടുത്ത് കളയാം. പുറത്തേക്ക് പോരുന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ നിന്ന് കട്ടിങ് കുറച്ചുകൂടി കൊടുക്കണം. പുറത്തേക്ക് നമുക്ക് അതിൻ്റെ തൊലി പോകേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മളതിൻ്റെ കട്ടിങ് നടത്തിയെടുക്കുക. ഓക്കെ, ഇതുപോലെ ഇപ്പം നമുക്ക് ചുറ്റിനും കിട്ടിയിട്ടുണ്ട്. ചുറ്റും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പേസ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഒരു ചെറിയൊരു ലൈറ്റ് കളർ ഒരു കോട്ടിങ് നമുക്ക് നോക്കിയാൽ മനസ്സിലാ. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നഖം കൊണ്ട് ചുരണ്ടുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ കിട്ടും. അല്ല, ഒരു ലൈറ്റ് കളറുള്ളൊരു തൊലി ഇതിൽ കിടപ്പുണ്ട്. ഈ തൊലി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. ഈ ഒരു പ്ലാന്റ്സിനുള്ള സെറ്റപ്പാണ്. അപ്പോൾ അത് തിരിച്ച് റീഗ്രൂപ്പ് ചെയ്യുന്നത് ഈ ഒരു കോട്ടിങ്. അപ്പോൾ പലരും ചിലപ്പോൾ ഇത് ചെയ്യും, പക്ഷേ സക്സസ്ഫുൾ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു തിൻ ലെയർ കളയാത്തതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അതങ്ങനെ ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് തിരിച്ച് റെഡിയാവില്ല. അതിൻ്റെ അപ്പോൾ ഇവിടുന്ന് അതിന് ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ വേര് പുതിയ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പം അതിൻ്റെ ആ ലെയർ നമ്മൾ ചുരണ്ടി കളയണം. ഇതേ ബ്ലേഡ് തന്നെ യൂസ് ചെയ്തിട്ട്, ബ്ലേഡ് ഞാൻ ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്താണ്, ഹീറ്റ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്ത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുണ്ട്. ഇപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നല്ല ഒരിതാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ എടുത്തത് തന്നെ സ്റ്റെറിലൈസ് ചെയ്യാനും അതിനെ ധാരാളം. ഓക്കെ, അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചുരണ്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പോർഷൻ നമുക്ക് നനച്ച ചകിരിച്ചോറും ഇട്ട് കെട്ടി വെക്കണം. അപ്പോൾ ആ ചകിരിച്ചോറ് നമ്മൾ കെട്ടുന്നതിന് മുന്നേ തന്നെ ചകിരിച്ചോറ് മുരിങ്ങയിലയുടെ ജ്യൂസ് പോലെ ആക്കിയിട്ട്, മുരിങ്ങയില ഉണ്ടെങ്കിൽ ജ്യൂസ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിനകത്ത് മുക്കണം. വെള്ളത്തിൽ റിമേഴ്സ് ചെയ്യുന്നതിന് പകരം കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേണം നമ്മൾ ചകിരിച്ചോറ് മുക്കാൻ. അപ്പോൾ സക്സസ്ഫുൾ റേറ്റ് കൂടും. കാരണം മുരിങ്ങയിലയുടെ നീരെന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ തന്നെയാണ്. അപ്പോൾ ഇതിൽ വേര് വരാനുള്ള ചാൻസ് കൂടുതൽ കിട്ടും നമുക്ക്. ഓക്കെ, ഇത് നമ്മളിതിൻ്റെ കളഞ്ഞില്ലേ, നമ്മൾ ഇതുകൊണ്ട് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കറ്റാർവാഴയുടെ ഇതെടുത്തിട്ട് അതിൻ്റെ ജെല്ല് പരട്ടി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട്, ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിലേക്ക് നല്ല രീതിക്ക് എല്ലാ ഭാഗവും കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ ജെല്ല് പരട്ടി കൊടുക്കുക. കറ്റാർവാഴയുടെ ജെല്ല് എന്ന് പറഞ്ഞാൽ നല്ല റൂട്ടിംഗ് ഹോർമോണാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റൂട്ടക്സ് ഒന്നും മേടിക്കേണ്ട. പിന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയുടെ കരിയില്ലേ, അത് നല്ല റൂട്ടിംഗ് ഹോർമോണാണ്. ചിരട്ടയുടെ കരി പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മളിവിടേക്ക് ചെറിയ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് തേച്ച് കൊടുത്താലും നല്ലതാണ്. പിന്നെ മുരിങ്ങയുടെ ഇല, ഇതൊന്നുമില്ലെങ്കിൽ മുരിങ്ങയുടെ ഇല ജ്യൂസ് അടിച്ചിട്ട് തേച്ചാലും മതി. നല്ല രീതിയിൽ റൂട്ടിങ് കിട്ടും. റൂട്ടക്സിനൊന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചകിരിച്ചോറ് ഫിക്സ് ചെയ്യണം. അത് ഞാൻ കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ. നമുക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നൊരു പ്ലാസ്റ്റിക് കവർ. അപ്പോൾ എടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ഏകദേശം അത് കവർ ചെയ്യുന്ന വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. പിന്നെ വേണ്ടത് ഒരു കമ്പി, മേളിലും താഴെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാനുള്ളൊരു കമ്പിയാണ് വേണ്ടത്. ഇതുപോലൊരു കവർ നമ്മളിപ്പം ഞാൻ പറഞ്ഞാൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൊക്കോപീറ്റ്
ഇടുക. ഞാൻ കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നതാണ് എടുത്തത്, അത് മുരിങ്ങയിലാക്കി വെച്ചത്. അത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മുരിങ്ങയിലയിൽ മിക്സ് ചെയ്ത മുരിങ്ങയിലയുടെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റാണ്. കൊക്കോപ്പീറ്റ് ആയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കുറച്ച് ദിവസം ഒരു 2-3 മണിക്കൂറത്തേക്ക് ഈ മുരിങ്ങയിലയുടെ ജ്യൂസിലൊന്ന് മുക്കി വെച്ചാൽ നല്ല അത് ഈ തേങ്ങയുടെ ഭാഗത്തേക്ക് നേരിട്ട് കിട്ടുന്ന ഇൻസൈഡുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചകിരി എടുത്താലും മതി. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല രീതിക്ക് നമുക്കിതുപോലെ കെട്ടി വെക്കാൻ പറ്റും. ചകിരിച്ചോറ് വേണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാനത് കെട്ടുന്നത് കാണിച്ചിടാം. ഓക്കെ, ഇത് നമ്മൾ മുരിങ്ങയില ജ്യൂസിൽ ആക്കി വെച്ചിരിക്കുന്ന കൊക്കോപ്പീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് കെട്ടി വെക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ അത് കെട്ടി വെക്കാനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ കവർ വെച്ച് അതിലേക്ക് നല്ല രീതിക്ക് അമർത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ പോർഷനിലും ചകിരിച്ചോറ് വരുന്ന രീതിക്ക് പാത്തി തുറന്ന് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക. ജ്യൂസ് മുരിങ്ങയിലയുടെ ജ്യൂസ് പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. അത് സാരമില്ല. ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മളത് ഇതുപോലത്തെ ഒരു കമ്പിയുണ്ട് അടിഭാഗം നല്ല രീതിക്ക് ടൈറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് ടൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ കെട്ടി കൊടുക്കുക. ഇത് ടൈറ്റായിട്ട് ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്നും കൂടെ ഊരിയിട്ട് നല്ല രീതിക്ക് ടൈറ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് ഈ ചകിരിച്ചോറ് ഇവിടെ നിന്ന് എടുത്തു പോകരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അടിഭാഗം നമ്മൾ ചെയ്തതിന് ശേഷം ഈ മേൽഭാഗത്തും ഒന്ന് ക്ലിയറായിട്ട് ഇതിനകത്തേക്ക് വെച്ച് എല്ലാ ഭാഗവും നല്ല രീതിയിൽ മുട്ടുന്ന രീതിയിൽ അവിടെ വേര് വരാൻ വേണ്ടി നമ്മൾ ഈ ഭാഗം കൂടെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ഈർപ്പം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ നമുക്ക് ഏകദേശം പ്ലാസ്റ്റിക് കവറായിട്ടുള്ള ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് അത്യാവശ്യം ഇതിൽ തന്നെ കാണാം. അപ്പോൾ എവിടെയെങ്കിലും ഈർപ്പം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് തന്നെ നനച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പം കയറിക്കോളും. അപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ ഉള്ളിൽ വേര് പിടിക്കും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ എല്ലായിടത്തും നല്ല രീതിക്ക് കമ്പോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഒരു കയറും കൂടെ നമുക്ക് കെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് കമ്പി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ചാക്കുനൂലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ജസ്റ്റ് ചുറ്റി കൊടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഓക്കെ, ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് കയറുണ്ടായാലും മതി, അല്ലെങ്കിൽ ചാക്കുനൂലായാലും മതി. നമ്മളിത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുത്തിട്ട് നമുക്കൊന്നും കൂടെ മേളിൽ കൂടെ നമ്മൾ കെട്ടി കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് അതവിടെ ടൈറ്റായിട്ട് അമർന്നിരിക്കും. ഇതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നമ്മൾ അമർന്നിരിക്കുമ്പോൾ അവിടെ വേര് വരാനുള്ള ചാൻസ് കൂടുതൽ. ചിലവരിത് ക്ലേ വെച്ച് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ചകിരിച്ചോറിൻ്റെ വെച്ചിട്ടാണ്. പിന്നെ ഈ മുരിങ്ങയിലയുടെ ജ്യൂസ് ഇടുന്നതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളിനി ഏകദേശം 15-20 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേരുകൾ വരും. 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വെള്ള വേര് കാണാം. പിന്നെ ഒരു അന്നേരം നമ്മൾ കട്ട് ചെയ്യരുത്. നല്ല രീതിക്ക് ഗ്രീൻ കളർ സ്ട്രോങ് വേരായി കഴിഞ്ഞാൽ ഒരുപാട് വേരുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം. കാരണം വളർച്ച ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ധൃതി വെച്ചെടുക്കണ്ട. അപ്പോൾ നല്ല രീതിക്ക് ഇതിൻ്റെ ഉള്ള വേര് ഇങ്ങനെ അറിയുമ്പോൾ നമ്മളിത് ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം അതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ മുറിച്ചെടുത്തിട്ട് വേറെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും വലിയൊരു ഓൾമോസ്റ്റ് ഒരു മരം പോലെ തന്നെ നമുക്കൊരു പ്ലാന്റ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത തവണ ഇത് കായ്ക്കുമ്പോൾ തന്നെ ഈ നമ്മളിപ്പോൾ മാറ്റി വെച്ച അതും നമ്മളൊരു ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ചാൽ പോലും അത് കായ്ച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള ഏത് കൊമ്പ് ചെയ്താലും നമുക്ക് ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടും. അതിൽ വരുന്ന ചെറിയ കൊമ്പിൽ നമ്മൾ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പമുള്ള പ്ലാന്റാണ് വേണ്ടെങ്കിൽ ഈ വലുപ്പമുള്ള കമ്പി തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.